ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ കൽബ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. നമ്മുടെ സാജിദ് യഹിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഷൈൻ നിഗം ആദ്യം ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. അത് മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ഗോലം എന്ന് പറഞ്ഞ സിനിമയുടെ ഗോളം എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ അഭിനയിച്ച നടൻ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഹൗസ് ദ മൂവി ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ ലവ് സ്റ്റോറി ട്രാജഡി പടം. ബൈ ദ വേ ദിസ് ഇസ് വെരി സ്പോയിലർ, ഇറ്റ്സ് എ സ്പോയിലർ റിവ്യൂ. അപ്പോൾ കണ്ടു കാണും എല്ലാവരും. എന്നാലും എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സ്പോയിലറാണ് പറയാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ ലവ് ട്രാജഡി പടം. ഇതിലെ നടി ഒരു പാട്ടുകാരിയാണ്. ഐ ഹാവ് സീൻ ഹെർ സിങ് ആൻഡ് വളരെ യാദൃച്ഛികമായിട്ട് നമ്മുടെ മല്ലു ചിക്കില്ലേ, പുള്ളിക്കാരിയുടെ വെഡ്ഡിങ്ങിൽ പുള്ളിക്കാരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ ദാറ്റ് ഷീസ് എൻ ആക്ടർ. ഷീ ഡിഡ് റിയലി ഗുഡ് ഇൻ ദിസ് മൂവി. വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ കുഡോസ് ടു ദാറ്റ്. നമ്മുടെ കാർത്തിക് ശങ്കറുണ്ട്, നമ്മുടെ ചൂരലിലെ ടീമുകളുണ്ട്, അങ്ങനെ പറയേണ്ട ഒരു നമ്മുടെ അബു സലീമുണ്ട്. ഒരു വലിയൊരു കാസ്റ്റും കാര്യങ്ങളും തന്നെയാണ്. ആൻഡ് എനിക്ക് ഈ സിനിമയിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് സിദ്ദീഖായും നമ്മുടെ നടൻ്റെയും ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ്. സോ ബ്യൂട്ടിഫുൾ. ഐ വിഷ് ദാറ്റ് നമ്മുടെയൊക്കെ തന്തന്മാർ ഇതുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഗംഭീര ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ്. ഇറ്റ് ഇസ് സോ നൈസ്. എസ്പെഷ്യലി ക്ലൈമാക്സ് സീക്വൻസും ഒക്കെ അടിപൊളിയായിരുന്നു. സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ടിപ്പിക്കൽ ലവ് സ്റ്റോറി വിച്ച് ഇസ് ഹെഡിങ് ടുവേർഡ്സ് എ ട്രാജഡി. നടി മരിക്കും, ലവന് ഭ്രാന്താവും. നടി എന്തുകൊണ്ട് മരിക്കുന്നു പറഞ്ഞാൽ ചൊറിത്തവളയായ ഒരു തന്തയുണ്ട്. അയാളെ കാസ്റ്റ് ചെയ്തേക്കണോ കലപാക്ക ചൊറിയെ. ഇമ്മാരി കൂറ തന്തകളുണ്ട് നമ്മളെയൊക്കെ കൂടെ. അയ്യോ, ചൊറിത്തവള എന്നൊക്കെ പറഞ്ഞാൽ എ ക്ലാസ് എ ഗ്രേഡ് ചൊറിയൻ. എന്തിനാണെങ്കിലും അയാൾ കാരണം പെണ്ണ് സൂയിസൈഡ് ചെയ്യും. അതിനൊരു റീസൺ എനിക്ക് ലൈക്ക് വൈ ഷീ ഡൈസ് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. വൈ ലൈക്ക് അതിന് അങ്ങനത്തെ ഒരു ഇതിൽ എത്തിയോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയാണ് പേഴ്സണലി. ബട്ട് യാ, ഒരു ലവ് സ്റ്റോറി ഒരു ടിപ്പിക്കൽ സാധനമുണ്ട്. നമ്മൾ ദേവദാസും റോമിയോ ജൂലിയറ്റും സൂഫി സുജാതയും ഒക്കെ കാണുന്ന പോലത്തെ ഒരു പരിപാടി തന്നെയാണ്. എന്നാൽ ഇതൊരു ന്യൂജൻ പിള്ളേരുടെ കഥ പറയുന്നത്. ന്യൂജൻ പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് തീവ്രമായ ഒരാളുടെ അടുത്ത് സ്നേഹം തോന്നുക, നെഞ്ചും വിരിച്ചുമായിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയണ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് ഈ പടത്തെ എടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ മൊത്തം സിറ്റുവേഷൻ ഷിപ്പ്, പിന്നെന്തൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ പറയണ ഇപ്പോഴത്തേക്ക് ഭൂരിഭാഗമല്ല ഞാൻ പറയണം. പക്ഷേ ഇപ്പോഴത്തേക്ക് ഒരു ജനറേഷനിലെ പിള്ളേരുടെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ മാറിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ പടം രണ്ട് കൈയും കൊണ്ട് സ്വീകരിച്ച ജെൻസി പിള്ളേർക്ക് ആൻഡ് ഐ വാസ് ഹാപ്പി ടു സീ ദാറ്റ് ബിക്കോസ് ദിസ് ഇസ് എ റിയലി നൈസ് ലവ് സ്റ്റോറി പടം ആൻഡ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. പീപ്പിൾ ലവ്ഡ് ഇറ്റ്. പീപ്പിൾ കണക്റ്റഡ് വിത്ത് ദ ക്യാരക്ടേഴ്സ്. ഗുഡ്. ഐ ആം പ്രൗഡ് ഓഫ് യു ഗൈസ്. ബിക്കോസ് ഇപ്പോഴത്തെ ഞാൻ ഇപ്പം കാലഘട്ടത്തിനനുസരിച്ച് പ്രണയം മാറും. ഞാനൊക്കെ ഒരാളെ കിട്ടിയ അയാളെ സ്നേഹിച്ച് കൊല്ലും ഞാൻ. അതാണ് ഞാനെന്ന വ്യക്തി. എന്നെപ്പോലെയുള്ള ഒരു ആൾക്കാരും ഉണ്ട്. പക്ഷേ കണ്ണം തിരിവ് കാണിക്കുന്ന കുറേ തെണ്ടികളും ഉണ്ട്. അതായത് ഒരേ സമയത്ത് അവിടെ ഒരാളെ വെച്ചിട്ട് സൈഡിൽ അതിനെയൊക്കെ വരിക്കണം. അതാണ് പറയുന്നത്. അതൊന്നും നമുക്ക് അവരെ അതിലൊന്നും ഇടപെടാനൊന്നും പറ്റുകയൊന്നുമില്ല. ദാറ്റ്സ് ദെയർ ലൈഫ്, ദെയർ പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റഫ്. ബട്ട് യാ, ഇങ്ങനത്തെ പ്രണയം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രണയം തോന്നുക എന്ന് പറയുന്നത് ഒരു വളരെ വളരെ റെയറായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഒരാളെടുത്ത് തീവ്രമായി സ്നേഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളെ തന്നെ നമുക്ക് ലൈഫിലും സ്നേഹിക്കാൻ പറ്റുന്ന ആ ഒരു അതുണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി സ്പെഷ്യൽ എന്ന് ഐ ഫീൽ. ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി ലൈക്ക് ദാറ്റ്. ചില സമയത്ത് ദ ലവ് ഫെയ്ഡ്സ് അവേ. ചില കാരണങ്ങളാൽ അവർക്ക് കോമ്പാറ്റബിൾ അല്ല എന്ന് ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ചിന്തിക്കാം. അതാണ് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഇതാണ് ശരിക്കുമുള്ള പ്രണയം എന്ന് നമുക്ക് കോട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. മനസ്സിലായോ? പ്രണയത്തിന് അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇല്ല. അതാണ് സംഭവം. ദാറ്റ് ഈസ് ലവ്. അതാണ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് ഇതായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അതല്ല. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വേണം നിങ്ങൾ പ്രണയിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ നമുക്കിങ്ങനെ സംസാരിച്ച് ഇപ്പോൾ ഫിലോസഫിക്കൽ ലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് പോകും. അപ്പോൾ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ്. ആൻഡ് ഐ വിഷ് എവരി തന്തമാർ ഇസ് ലൈക്ക് ദാറ്റ് തന്ത.
എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട വൺ ഓഫ് ദ ഗ്രേറ്റ് ലവ് സ്റ്റോറി ഒരു പടമുണ്ട്. നമ്മുടെ നിക്കോളസ് സ്പാർക്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഓതറാണ്. അയാളുടെ വാക്ക് ടു റിമെമ്പർ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ട്രൈ വാച്ചിങ് ഇറ്റ്. അതിലൊരു ക്ലൈമാക്സിൽ ഒരു സാധനം പറയുന്നുണ്ട്, ലവ് ഇസ് ലൈക്ക് എ വിൻഡ്, യു കാൺ സീ ഇറ്റ് ബട്ട് യു ക്യാൻ ഫീൽ ഇറ്റ്. കാറ്റ് പോലെയാണ്. ആൻഡ് ദിസ് വാസ് എ ഗുഡ് വാച്ച്. ഇറ്റ്സ് ഞാൻ പറയേ, ഇത് തിയേറ്ററിലൊക്കെ ഇരുന്ന് ഞാൻ ഒരിക്കലും ഇരുന്ന് കാണൂലായിരുന്നു ഉറപ്പായിട്ട്. ഞാൻ കുറേയൊക്കെ അടിച്ച് കളഞ്ഞു, കുറേ പാട്ടൊക്കെ ഉണ്ട് അതിൽ, അതൊക്കെ ഞാൻ പിന്നെ നമ്മൾ ടിപ്പിക്കൽ സാധനങ്ങൾ തന്നെ, ട്രെയിനിൽ ചാടി കയറുന്നു, അതൊക്കെ ഇത് സില്ലി, സെയിം ഓൾ. സോ അതാണ് പറഞ്ഞത്, ഒരു ടിപ്പിക്കൽ ഒരു ലവ് സ്റ്റോറി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ വുഡൻറ്റ് സേ ഇറ്റ്സ് ലൈക്ക് ഭയങ്കരം, അങ്ങനെയൊന്നുമില്ല. എല്ലാ പടം പോലെ ഒരു പടം. അല്ല, നിങ്ങളൊക്കെ ദേവദാസ് കണ്ടിട്ടുണ്ടോ? ഷാറൂഖ് ഖാൻ ഐശ്വര്യ റായ് അഭിനയിച്ച അതൊക്കെ കണ്ട നിങ്ങളൊക്കെ കരഞ്ഞ് തള്ളും. റീലൊക്കെ നിങ്ങളൊക്കെ അതൊക്കെ ഇടറേ. അവസാനം ഷാറൂഖ് ഖാൻ ഇങ്ങനെ നീ കിടക്കും ഇങ്ങനെ പറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ മോനെ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിന്ന് മൂക്കിന്നൊക്കെ കരച്ചിൽ വരും. അതൊക്കെ വേറെ ലെവൽ സാധനമാണ്. ഐശ്വര്യ റായുടെ ഒരു ഓട്ടോ ഒക്കെ ഉണ്ട് മോനെ, സഞ്ജയ് ബൻസാലി ഇങ്ങനെ പോവും, ആ സാരിയൊക്കെ ഇങ്ങനെ കത്തി ഇങ്ങനെ ഷീന്ന് പറഞ്ഞ് പോവും, സ്ലോ മോഷൻ ഇട്ട് എന്നൊക്കെ പറഞ്ഞു. എന്തൊരു സാധനമാണെന്നറിയാം അത്. ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട് നമ്മളിങ്ങനെ നിർത്തി. ദേവദാസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച് ദേവദാസ്, ഷാറുഖ് ഖാൻ അഭിനയിച്ച ബ്യൂട്ടിഫുൾ മൂവി. സോ യാ ഗൈസ്, ബൈ.